ഹലോ, ഇന്നലെ പറഞ്ഞ കല്യാണം. അപ്പം ഞങ്ങൾക്ക് ബ്യൂട്ടി പാർലർ ഇപ്പോൾ തീരെ സമയമില്ലാത്തത് കാരണം ഞങ്ങൾ രണ്ടുപേരും 2 മാസ്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. അപ്പോൾ വാമി രാവിലെ തന്നെ ഫുൾ ഓൺ എനർജിയിലായിരുന്നു. ഇതാ കുക്കു വന്നിട്ടുണ്ട്, കുക്കുവിനെയും വിളിച്ചു കല്യാണം. കുക്കുമായിട്ട് പയ്യൻ നല്ല കമ്പനിയാണ്, റിജു എന്നാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ പേര്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുൾ ഓൺ സെറ്റായിട്ട് ഇറങ്ങി. ഇതൊക്കെയാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഇതാണ് ഇന്നലെ ബിബിൻ ചേട്ടൻ സെലക്ട് ചെയ്ത ഷർട്ട്. അങ്ങനെ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. കുക്കു ഉണ്ട്, വാമിയും പൊളി ലുക്കിലാണ് വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കല്യാണ മണ്ഡപത്തിൽ എത്തി. ഞങ്ങൾ ലേറ്റായോ എന്ന ഡൗട്ടിലാണ് എത്തിയെങ്കിലും ഞങ്ങൾ ലേറ്റ് ആയില്ല ഗായ്സ്, കറക്റ്റ് ടൈമിലാണ് എത്തിയത്. കറക്റ്റ് ടൈമിന് മുമ്പാണ് എത്തിയത്, കാരണം പെൺകുട്ടി വന്നില്ലായിരുന്നു. പയ്യൻ അവിടെ പെൺകുട്ടിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ എവിടെ പോയാലും നമ്മുടെ വാമി ഫുൾ ഓൺ എനർജിയിലായിരിക്കുമല്ലോ. എൻ്റെ അടുത്ത് ഇരിക്കാതെ കുറേ നേരം അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ആണെന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ ചാർജ് ഒന്ന് ചെറുതായിട്ട് ഓഫായിപ്പോയി. പിന്നെ ആശയത്തേക്ക് ഉറക്കമൊക്കെ വന്ന് ഇച്ചിരി നിർബന്ധം കൂടുതലായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, പക്ഷേ ആ സമാധാനത്തിലൊന്നും അവൾ വീഴുന്നില്ല ഗൈസ്. ലാസ്റ്റ് ഇതിനെ എടുത്തുകൊണ്ടുള്ള ഒരു ഓട്ടം ഉണ്ട്. പൊന്നു മക്കളേ, ഇതാണ് കല്യാണ മണ്ഡപം. അപ്പോൾ പെണ്ണിനെ ഇപ്പോൾ കൊണ്ടുവരും. നമ്മൾ അതിനിടയ്ക്ക് എൻ്റെ മേക്കപ്പൊക്കെ എല്ലാം സെറ്റാണോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളുടെ ഇതെല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി വന്നു, ചെറുക്കൻ പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ്. അടുത്തതായി കല്യാണം തുടങ്ങാറായി ഗൈസ്. അതെ, കെട്ടുകയാണ്. ഇതിനിടയ്ക്ക് വാമി ഫുൾ കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് താഴെ പോയി തിരിച്ചിങ്ങി കൊണ്ടുവന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് എനിക്ക് കല്യാണം കാണാനുള്ള യോഗം ഇല്ലായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി, കാരണം വാമിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതാണ് കല്യാണ സദ്യ. വാമി ഇപ്പോൾ എവിടെ ചെന്നാലും അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇല വേണം. അതുകൊണ്ട് വാമി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇലയിലിരുത്തി. അവളിപ്പോൾ സ്വന്തമായിട്ട് അത്യാവശ്യം വാരി കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്തും. ഇറങ്ങാൻ നേരത്ത് അവൾക്ക് ഒരു പായസവും കൂടെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങി. ബിഞ്ചേട്ടൻ മാമിയെ കൈയും വായൊക്കെ കഴുകിയിട്ട് ഇതാ കൊണ്ടുവരുന്നുണ്ട്. എടുത്തുകൊണ്ട് പോടി എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.